ഹായ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാം. അതൊരു കമ്പൽസറി കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ശരിക്കും പറഞ്ഞാൽ. ബട്ട് സ്റ്റിൽ നമ്മൾ കേരളത്തിൽ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആളുകളുടെ ഇടയിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾ ചിരിച്ചു പറയാറുണ്ട്, നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കാത്ത നാട്ടിൽ പോയിട്ട് നമ്മൾ ശരിക്കും ചെരുപ്പ് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് എന്തുമാത്രം റിസ്ക് ആണോ, അതല്ലെങ്കിൽ മുടിയൊന്നും തീരെ ഇല്ലാത്ത, അല്ലെങ്കിൽ ഫുള്ള് നമ്മൾ മുടിയൊക്കെ ഷേവ് ചെയ്ത് നടക്കുന്ന നാട്ടിൽ പോയിട്ട് ഒരു ചെരുപ്പ് മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എങ്ങനെയാണോ, ശരിക്കും പറഞ്ഞാൽ അതിനോട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ലെവൽ തന്നെയാണ് ഞങ്ങൾക്ക് പലപ്പോഴും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിങ് നമ്മുടെ കേരളത്തിൽ പാരൻസിന് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും നേരിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പൊതുവിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിങ്ങിന് ഒരു ബ്ലോക്ക് വരുന്ന, അതല്ലെങ്കിൽ നമ്മൾ അത് വേണ്ട, ഒരു റിജക്ഷൻ, എന്തിനാപ്പം അതൊക്കെ എന്നൊക്കെ ചോദിക്കാൻ പല ആളുകളും ഇപ്പം ഞങ്ങൾ സാധാരണഗതിയിൽ സ്കൂളുകൾ അപ്രോച്ച് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പലപ്പോഴും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് പ്രൊമോട്ട് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിലൂടെയൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ പിന്നെ പാരൻസിലേക്കും നമ്മൾ എത്താറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും തരുന്നൊരു റിപ്ലൈ ഞങ്ങൾ ഇങ്ങനെ കൺസോൾട്ട് ചെയ്തപ്പോൾ ഒരു 7 കാര്യങ്ങളായിട്ടാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിങ്ങിന്റെ റിജക്ഷൻ പ്രധാനമായിട്ടും വരുന്നെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് 7 കാര്യങ്ങൾ നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ എയിം ഈ 7 കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മറികടക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണെന്ന് കുട്ടികളോടും പാരൻസിനോടും എത്ര പറഞ്ഞാലും ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് റിജക്ട് ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങളിലേക്ക് ഒന്ന് പോകാം. ഒന്നാമത്തെ കാര്യം, ട്രസ്റ്റ് ഇൻ ട്രഡീഷണൽ സിസ്റ്റംസ്. നമ്മുടെ കേരളം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമുക്കറിയാം 100% സാക്ഷരതയുള്ള ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സ്റ്റേറ്റ് ആണ് എഡ്യൂക്കേഷണൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട്. പലപ്പോഴും ഞങ്ങൾ നോർത്തിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർ പറയാറുണ്ട്, നമ്മൾ കേരളീസിനെ കുറിച്ചിട്ട് വളരെ നല്ല അഭിമാനത്തോടുകൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങളിവിടെ എഡ്യൂക്കേഷന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും നല്ല പൊസിഷൻസിലൊക്കെ നമ്മൾ മലയാളീസിനെ കാണാം, കേരളീസിനെ കാണാം. സന്തോഷമുള്ള കാര്യമാണ്. സോ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന രീതി നിന്ന് നോക്കിക്കേ, നമ്മളുടെ സിസ്റ്റം എങ്ങനെയാ, കുട്ടികളെ നമ്മൾ സ്കൂളിൽ ചേർക്കുന്നു, കുട്ടി അങ്ങനെ പഠിച്ചു വരുന്നു, ചിലപ്പോൾ ട്യൂഷനൊക്കെ നമ്മൾ കൊടുക്കാം, ഇല്ലാതെ ആവാം. ചിലപ്പോൾ 10th എത്തുന്ന സമയത്ത് നന്നായിട്ട് മാർക്ക് കിട്ടുകയാണെങ്കിൽ അവരെ നമ്മൾ സയൻസിനൊക്കെ വിടുന്നു. കുറച്ച് താഴ്ന്ന മാർക്കാണെങ്കിൽ ചിലപ്പോൾ കൊമേഴ്സിനോ, അതിനും താഴെയാണെങ്കിൽ ഹ്യൂമാനിറ്റീസിനോ, ഇനി അതിനും പഠിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ അവർ പറഞ്ഞേക്കും. ദെൻ +2 കംപ്ലീറ്റ് ആക്കുന്നു, നല്ല മാർക്ക് അതിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ A1 കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വിടുന്നു, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എക്സാം എഴുതാൻ പോകുന്നു, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് നമ്മൾ പലപ്പോഴും പോകും. ഇനി അതൊന്നും കഴിയാത്ത ആളുകൾ ചിലപ്പോൾ നമ്മൾ സാധാരണ നോർമൽ ഡിഗ്രി ലെവലിൽ, ഇവിടെ ഒരു ട്രഡീഷണൽ സിസ്റ്റം ഉണ്ട്. സോ ഈ സിസ്റ്റം പ്രാക്ടീസ് ചെയ്ത് വന്നിട്ട് തന്നെയല്ലേ ഇത്ര ആളുകൾക്കൊക്കെ ഇതുപോലെ ജോലി കിട്ടിയത്, കേരളം ഇത്രയും ഉന്നതങ്ങളിൽ എത്തിയത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തിനാ ഒരു പുതിയ സിസ്റ്റം എന്നൊരു ക്വസ്റ്റ്യനാണ് പലപ്പോഴും പല പാരൻസും നമ്മളോട് ചോദിക്കുന്നത്. അത് ഒരു പരിധി വരെ അവർ പറയുന്ന കാര്യത്തിൽ ചിലപ്പം പെരിഫറൽ ആയിട്ട് ശരിയാണ്. കാരണം ഇവർ കാണുന്നത് ഈ നന്നായിട്ട് പഠിച്ച് വിജയം കൈവരിച്ച ആളുകളെ മാത്രമാണ്. അവർക്ക് ചിലപ്പോൾ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ അത്രയും ഗൈഡൻസ് കിട്ടിയ ആളുകളായിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് ചോദിക്കാം, കേരളത്തിൽ ഏതാണ്ട് 5 ലക്ഷത്തോളം കുട്ടികൾ നമ്മുടെ പിന്നെ ഒരു ഇയറിൽ, മീൻസ് ഇപ്പൊ നമ്മൾ 10th ആണെങ്കിൽ 10th, 9th ആണെങ്കിൽ 9th, ഒരു അക്കാഡമിക് ഇയറിൽ സാധാരണയിൽ പഠിക്കുന്നുണ്ട്. ഈ 5 ലക്ഷം കുട്ടികളിൽ ഈ ഇത്രയും കുട്ടികൾ ശരിക്കും ഓരോ വർഷവും അവർ അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ആക്കിയിട്ട് പാസ് ഔട്ട് ആയിട്ട് വരികയാണ് വ്യത്യസ്തമായ കോഴ്സുകളിൽ നിന്ന്. അവർക്കെല്ലാം ജോലി കിട്ടാനുള്ള സാഹചര്യം നിലവിലില്ല. അപ്പൊ ശരിക്കും ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിൽ പോകുന്ന എല്ലാ ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എക്കോ സിസ്റ്റം ഇവിടെ ഇല്ല. അത് യാഥാർത്ഥ്യമാണ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ 5 ലക്ഷം കുട്ടികളിൽ നിന്ന് വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് വെൽ പ്ലേസ്ഡ് ആവുന്നത്. ആ ഒരു കുട്ടി നമ്മുടെ കുട്ടി ആവണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് നടത്തി അവരൊന്ന് സ്ക്രീൻ ചെയ്ത് നല്ലൊരു ഗൈഡൻസ് കൊടുത്തിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഏതെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന കോഴ്സിലേക്ക് നമുക്ക് പറഞ്ഞേക്കാൻ പറ്റുകയാണെങ്കിൽ അത്തരം ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ നല്ല എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിട്ട് പുറത്തേക്ക് വരുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞ സത്യം. അപ്പൊ നിങ്ങൾ ഈ ഒരു വാദം ദയവ് ചെയ്തിട്ട് ആളുകൾ പറയുന്ന സമയത്ത്, അതായത് ഇവിടെ ഇങ്ങനത്തെ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, ഇനി ഒരു പുതിയ സിസ്റ്റം എന്തിനാണ് ഇവിടെ ആവശ്യമുള്ളത്, അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ അവരെ
ചലഞ്ച് ചെയ്യേണ്ടത്. അങ്ങനെ ഇതിന്റെ നെസസിറ്റി അവരെ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ നോക്കാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ലാക്ക് ഓഫ് അവയർനെസ് ഓർ ലാക്ക് ഓഫ് കരിയർ ഗൈഡൻസ് ആണ്. നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഒരുപാട് കാരിയേഴ്സ് ഒന്നും കുട്ടികൾ അറിയുന്നില്ല. ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു എക്സാമ്പിൾ പറയും. ഞാൻ 10th ഒക്കെ പാസ്സായ സമയത്ത് എല്ലാവരും പറഞ്ഞു എഞ്ചിനീയറിംഗിന് പോകാം അല്ലെങ്കിൽ മെഡിക്കലിന് പോകാന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമാണ്. അതായത് പ്ലാനൊക്കെ വരയ്ക്കുക, വീടൊക്കെ വെക്കുക. അതിനപ്പുറത്ത് എഞ്ചിനീയറിംഗിന് എത്രയോ ബ്രാഞ്ചുകളുണ്ട്. അതൊന്നും നമുക്ക് അറിയില്ല. അന്നത്തെ കാലമാണ്, ഇന്ന് അങ്ങനെയല്ല. പക്ഷെ എങ്കിൽ തന്നെയും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ പാരന്റിനെ സംബന്ധിച്ച് ഇപ്പം ഓപ്ഷണൽ ആയിട്ട് ഇഷ്ടം പോലെ നമുക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിലേക്ക് എങ്ങനെ പോകണം, അതിന് ഏത് എക്സാം എഴുതണം, അതിന് ഇപ്പൊ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സുകൾ വല്ലതും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതിന്റെ അവയർനെസ് ഇവർക്കില്ല. ഇവർ വിചാരിക്കുന്ന 10th പാസ്സായി കഴിഞ്ഞാൽ മാത്രം അടുത്ത കാര്യം ചിന്തിക്കാം, +2 കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനി ഏതെങ്കിലും കോഴ്സിന് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പൊ ശരിക്കും നമുക്കറിയാം, ഇപ്പം JEE ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ പറയും ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യണം 5ാം ക്ലാസ് തൊട്ട്. ഇനി മിനിമം ഒരു 7ാം ക്ലാസ് തൊട്ടോ 8ാം ക്ലാസ് തൊട്ടെങ്കിലും നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് മാത്രമേ നമുക്ക് JEE ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മുടെ പാരന്റ്സും കുട്ടികളും അവയർഡല്ല. അവരെന്താ ചെയ്യുന്നത്, +2 നല്ല മാർക്ക് കിട്ടിയാൽ, നമ്മുടെ ഇപ്പോഴത്തെ മാർക്കിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലിബറലാണ്. അപ്പൊ നല്ലൊരു ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി വിചാരിക്കുകയാണ് ഞാൻ എല്ലാ കോഴ്സിനും ഫിറ്റ് ആണ്, ഞാൻ ഏത് എക്സാം എഴുതി കഴിഞ്ഞാലും ഞാനത് പാസ്സാവും എന്നൊരു മിഥ്യാധാരണ ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അവയർനെസ് ഇല്ല. ഏതെല്ലാം കോഴ്സുകൾ നിങ്ങൾക്ക് ഉണ്ട്, ഏതെല്ലാം കരിയറിലേക്ക് നിങ്ങൾക്ക് പോകാം, അത് എങ്ങനെ പോകാം എന്നുള്ളതിന്റെ ഒരു ഗൈഡൻസ് പ്രോഗ്രാംസ് പലപ്പോഴും പല സ്കൂളുകളിലും സെന്ററുകളിൽ നടക്കുന്നില്ല. അതിനൊരു പ്രശ്നം ചിലപ്പോൾ അത് കണ്ടക്ട് ചെയ്യാനുള്ള ഫണ്ട് ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. സോ എനിക്ക് ഈ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുന്ന, ഞങ്ങളൊരു ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്, അതുപോലെ തന്നെ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കും ഇറങ്ങി ചെന്നിട്ട് ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അവരൊന്ന് ബോധവൽക്കരിക്കുക. ഇഫ് പോസിബിൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കരിയർ ഗൈഡൻസും അതുപോലെ തന്നെ ഈ കരിയർ ഓപ്പർച്യൂണിറ്റീസും എന്തൊക്കെയുണ്ട് നമുക്ക് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് +2 10th ശേഷം വളരെ കുറവാണ് നമുക്കറിയാം. സോ എന്തൊക്കെയുണ്ടെന്നുള്ളൊരു ഫ്രീ ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഫ്രീ ക്ലാസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് ഫാക്കൽറ്റീസ് ഞങ്ങളുടെ അടുത്തുണ്ട്. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം സമൂഹത്തെ ഒരു ബോധവൽക്കരിക്കുക അല്ലെങ്കിൽ ഇതിന്റെ അവയർനെസ് കൊടുക്കുക എന്ന കാര്യമാണ്. ഇതാണ് ഇവർ റിജക്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം. അവയർനെസ് കാര്യമായിട്ട് അവരുടെ കയ്യിൽ ഇല്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അതിന്റെ കോസ്റ്റ് ഫാക്ടറാണ്. ഈ ആപ്റ്റിറ്റ്യൂഡ് ചെയ്യാൻ ഒരുപാട് പൈസ വേണം എന്നുള്ളൊരു ധാരണ ആളുകൾക്കുണ്ട്. ഇപ്പൊ നോർമലി എനിക്ക് തോന്നുന്നത് ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ തന്നെയുണ്ട്. എല്ലാവരും അല്ല, ഫ്രീ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ ഉണ്ട്. അതിന്റെ റിലയബിലിറ്റിക്ക് ചിലപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. എന്നാലും ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ലാത്തവർ അത് ചെക്ക് ചെയ്യാം. സാധാരണ ഇതിൽ ഒരു 2000 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 3000 റുപ്പീസ് റേഞ്ചിൽ വളരെ നല്ല രീതിയിൽ, കാരണം ഇത് ഇൻഡിവിജ്വൽ പ്രോഗ്രാമാണ്. അതിൽ നമുക്ക് ടെസ്റ്റ് ഉണ്ട്, സൈക്കോഗ്രാഫിക് ടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട്, അതുപോലെ കാരിയർ കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഉണ്ട്. എന്തെങ്കിലും പഠനവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ ഗൈഡൻസ് കൊടുക്കും. ഏതെങ്കിലും സബ്ജക്ട് പഠിക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ അതിനുള്ള സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കും. അതുപോലെ കാരിയറുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ട്രൈറ്റ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ് ഏതിലാണോ കൂടുതൽ കാണിക്കുന്നത്, ഏത് സ്കില്ലാണോ കുട്ടിക്കുള്ളത്, സോഷ്യൽ സ്കില്ലാണോ അല്ലെങ്കിൽ ന്യൂമറിക്കൽ സ്കില്ലാണോ അല്ലെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്കുകളാണോ, ഏതാണോ കുട്ടിക്ക് കൂടുതലുള്ളത്, അത് ഉപയോഗിച്ചുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന നല്ല കോഴ്സുകളെ കുറിച്ചുള്ള ഒരു കരിയർ കൗൺസിലിംഗ്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആണ്. കുട്ടിക്കും പാരന്റ്സിനും സെപ്പറേറ്റ് ആയിട്ടും ഒന്നിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഡിവിജ്വൽ ഒരു അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് ഏതാണ് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു 2000 അല്ലെങ്കിൽ 3000 റേഞ്ചിലാണ് ഇത് നമ്മൾ ചെയ്യുന്നതും. അത് ഒരു വർഷത്തെ അവർ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നത്. ഇതാണ് ഇതിന്റെ കോസ്റ്റ്. പക്ഷെ എന്നാലും ചില ആളുകൾ ചോദിക്കും, നമ്മളിപ്പോൾ ഇതിനൊക്കെ ഒരു 3000 റുപ്പീസ് കളയേണ്ടതുണ്ടോ അല്ലെങ്കിൽ കൊടുക്കേണ്ടതുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ +2 കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് എല്ലാത്തിനും അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ JEE കൊടുക്കുന്നു അല്ലെങ്കിൽ നീറ്റിന് കൊടുക്കുന്നു, ഒരുപാട് പേര് എക്സാംസ് ഉണ്ട്, CUT തുടങ്ങിയ, ഇതിനെല്ലാം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ 20,000 മുതൽ, നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൂടെ കൊടുക്കുകയാണെങ്കിൽ 20,000 മുതൽ 50,000 വരെ നിങ്ങൾ അപ്ലിക്കേഷൻ കോസ്റ്റ് മാത്രമായിട്ട് കൊടുക്കണം. ഏത് എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി അപ്ലിക്കേഷൻ കോസ്റ്റ് മാത്രമാണ്. അതായത് ഒരിക്കലും ആ ഒരു ഫീ സ്ട്രക്ചർ അല്ലെ, ഫീ അല്ല പറയുന്നത്. സോ ഇത്രയും നിങ്ങൾ സേവ് ചെയ്യാൻ നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്താൽ ഒരു 3000 റുപ്പീസ് മുടക്കി കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾ കൊടുക്കേണ്ട. നിങ്ങളുടെ മേഖല ഏതാണോ അതുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കോസ്റ്റ് ഫാക്ടർ വളരെ ചെറുതാണ്. ഒരു 10% മാത്രമേ വരുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം ട്രസ്റ്റ് ഇഷ്യൂ ആണ്. അതായത് ഇത് ചെയ്യുന്ന പല ഏജൻസികൾക്കും പലപ്പോഴും ഇതിന്റെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും ഉണ്ടാവില്ല.
അതായത് അവർ പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്നു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇതിന്റെ കോഡ് വാങ്ങിക്കും, ഓൺലൈൻ നമുക്ക് ഇഷ്ടം പോലെ കോഡ് വാങ്ങിക്കും. ശരിക്കും പറഞ്ഞാൽ അവർ കരിയർ കൗൺസിലേഴ്സ് പോലും അവരുടെ അടുത്ത് ഉണ്ടാവില്ല. എന്നിട്ട് ഒരു ടെസ്റ്റ് നടത്തും, എന്നിട്ട് അവരെന്തോ നോക്കി ഇന്റർപ്രറ്റ് ചെയ്യും, തെറ്റായ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പലപ്പോഴും അവർ കൊടുക്കും അല്ലെ. അതായത് എന്താ പ്രശ്നമെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. പലപ്പോഴും എനിക്ക് കണ്ടുവന്നിട്ടുള്ളത് ഇത് നടത്തുന്ന ഏജൻസികൾക്ക് മിക്കവാറും ചിലപ്പോൾ എഡ്യൂക്കേഷൻ കൺസൾട്ടേഷൻ ഉണ്ടാവും. ഏതെങ്കിലും പെർട്ടിക്കുലർ കോളേജുകളിലേക്കോ കോഴ്സുകളിലേക്കോ കുട്ടികളെ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടും. ഈ കാര്യം പാരന്റ്സിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പേടിയാണ് ഇവർ നടത്തുന്നത് ഇത്രയും എന്തെങ്കിലും കാര്യത്തിനായിരിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ ഇവർ മിസ്ലീഡ് ചെയ്യോ മിസ്ഗൈഡ് ചെയ്യോ ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നൊരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, ഞാൻ എന്നെ സംബന്ധിച്ച് 2002 മുതൽ എഡ്യൂക്കേഷണൽ ഫീൽഡിലുള്ള ഒരാളാണ്. അത് 2 ഡിക്കേഡ്സ് ഈ ഒരു മേഖലയിൽ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഈ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എക്സാമുകൾക്കൊന്നും ആപ്ലിക്കേഷൻ കൊടുക്കാതെ കുട്ടികൾ കൃത്യമായിട്ട് നിങ്ങളുടെ ട്രാക്കിനനുസരിച്ച് പോകാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അവരെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഗവൺമെന്റ് ലെവലിൽ ഇല്ലെങ്കിൽ മാത്രം ഇത് ചെയ്യാൻ പറ്റുന്ന റെപ്യൂട്ടഡ് സ്ഥാപനങ്ങൾ അവരെ പരിചയപ്പെടുത്തുക. ഇനി ആരെങ്കിലും ഏതെങ്കിലും കോഴ്സിന് തള്ളിവിടുന്നതിന് പകരം നമ്മളൊരു ട്രസ്റ്റഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റിക്ക് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഒരിക്കലും ഞാൻ പറഞ്ഞു ഈ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് റിജക്ഷൻ വരുന്നത്. സ്കൂളുകളിലേക്കോ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലേക്കോ പോയിട്ട് നമ്മളിത് മാർക്കറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവർ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നോക്കും. നമുക്ക് ചിലപ്പം ഇതേപോലത്തെ കുട്ടികളെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റുകളിലേക്കോ അതല്ലെങ്കിൽ വേറെ കൺട്രീസിലേക്കോ നമ്മൾ എന്താ പറയാ പറഞ്ഞയച്ച് അല്ലെങ്കിൽ അവിടെ റിക്രൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതെങ്കിൽ ഒരിക്കലും അവരിതിന് തയ്യാറാവില്ല. അപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ ഇതിൽ വലിയൊരു പ്രശ്നമാണ്. ഒരു അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറലായിട്ടുള്ള ചില ബിലീഫുമായി ബന്ധപ്പെട്ട കൾച്ചറൽ ഇഷ്യൂസ് ആണ്. അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, ഒരു കുട്ടിയുടെ ടെസ്റ്റ് നമ്മൾ ചെയ്തു. ചിലപ്പോൾ ആ കുട്ടിയുടെ ഏറ്റവും നല്ല എബിലിറ്റി വരുന്നത് ചിലപ്പോൾ ഒരു ഫാഷൻ ഡിസൈനിങ് മേഖലയിലായിരിക്കാം. അപ്പൊ നമ്മൾ പറയാണ് ഈ പാരന്റിനോട് നിങ്ങളുടെ കുട്ടിക്ക് ഫാഷൻ ഡിസൈനിങ്ങിൽ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. അയാൾ നേരെ ചിന്തിക്കുന്നത് ഫാഷൻ ഡിസൈനിങ്, ഫാഷൻ ഡിവി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ റാമ്പ് വാക്കും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എത്തും. നമുക്ക് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. നോട്ട് ഓൺലി ഡ്രസ് മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ നമുക്ക് ഡിസൈനിങ് കോഴ്സുകളുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. മാത്രമല്ല ഇവർ ചിന്തിക്കുന്നത് അതല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ നമ്മൾ പറയാണ് നിങ്ങൾക്ക് ഇന്ന കോഴ്സിനാണ് പോകാൻ പറ്റുന്നത്. അപ്പൊ അവർ അന്വേഷിക്കുന്ന സമയത്ത് ആ കോഴ്സിന്റെ സ്ഥലത്ത് ചിലപ്പോൾ നമ്മളെ കൾച്ചറുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്കറിയാം നമുക്ക് കൾച്ചറലായിട്ട് ഭയങ്കര സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ബിലീഫ് ഒക്കെ ഉണ്ട്, റിലീജിയസ് ആയിട്ടുള്ള കുറെ കുട്ടികളുണ്ടാവും. അപ്പോൾ ഇവർക്ക് പഠിക്കാനുള്ള കോഴ്സുകൾ ചിലപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാകുന്നത് വേറെ ഏതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റുകളിലൊക്കെ ആയിരിക്കും. അവിടെ നമ്മൾ കൾച്ചർ ഒരിക്കലും ഉണ്ടാവില്ല. സോ സ്വാഭാവികമായിട്ടും അവർക്കൊരു പേടിയാണ്. ടെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു റിസൾട്ട് എങ്ങാനും വന്നിട്ട് എൻ്റെ കുട്ടി അങ്ങോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുമോ എന്നൊരു പേടി പലപ്പോഴും ഉണ്ട്. ഈ ഒരു കൾച്ചറൽ ഇഷ്യൂ കാരണം വേറൊരു കൾച്ചറിലേക്ക് പോയിട്ടാണ് കുട്ടി കോഴ്സ് ചെയ്യേണ്ടത് എന്നൊരു പേടി വരുന്ന സമയത്ത് പലപ്പോഴും ഈ ടെസ്റ്റിനെ തന്നെ നിരാകരിക്കുന്ന പാരൻസിനെ നമുക്ക് കാണാൻ പറ്റും. ഇതും അതിന്റെ മറ്റൊരു വശമാണ്. ആറാമത്തെ കാര്യം നെഗറ്റീവ് റിസൾട്ട് ഓർ ഫിയർ. അതായത് പാരന്റ് പേടിക്കുകയാണ്. ഇപ്പോ എൻ്റെ ഒരു ഐഡിയ പ്രകാരം അല്ലെങ്കിൽ നാട്ടിലുള്ള അഡ്വൈസേഴ്സ് എന്ന് ചോദിച്ചാൽ ഇവര് പലപ്പോഴും അഡ്വൈസ് ചോദിക്കുന്നത് കുറെ കാലം മുമ്പ് പഠിച്ച ചിലപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകരോടൊക്കെയാണ് ചോദിക്കുക ഇപ്പൊ ട്രെൻഡിങ് ആയ കോഴ്സ് ഏതിനാ വിടേണ്ടത്, ഏതിനാ കോച്ച് വിടേണ്ടത്. ഇവർ അന്നത്തെ കാലത്ത് ജീവിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇവർക്ക് അറിയണ്ടാവില്ല. പക്ഷെ ഇവരായിരിക്കും അവിടുത്തെ ആസ്ഥാന ഉപദേശകന്മാർ. ഇവര് കൊടുക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഇവര് പാരന്റ് പാവം എവിടെയെങ്കിലും പറഞ്ഞേക്കും. കുട്ടിക്ക് ചിലപ്പോൾ അത് യാതൊരു താല്പര്യം ഉണ്ടാവില്ല, ആ കോഴ്സിന് യാതൊരു എന്താ പറയുക ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല, ചിലപ്പോൾ അതിനൊരു സ്കോപ്പേ ഉണ്ടാവില്ല. അപ്പോൾ ഈ പാരന്റിന് പേടിയായി ഇനിയിപ്പം വലിയ പുതിയ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വല്ല റിസൾട്ടും വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ കോഴ്സിന് പറഞ്ഞേക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള അഡ്വൈസേഴ്സ് ഒക്കെ പറയുന്ന കോഴ്സ് അല്ലാതായി പോവോ, ഇനി സ്കോപ്പ് കുറഞ്ഞ കോഴ്സായി പോവോ എന്നൊരു പേടി. കഴിഞ്ഞൊരു 2-3 മാസം മുമ്പ് ഒരു പാരന്റ് ഒരു കുട്ടി ഒരു കോഴ്സിന് പോകാൻ പോയി. അപ്പൊ കോഴ്സിന് പോകുന്നതിന് മുമ്പ് കൺഫ്യൂഷൻ, അതിന് പോണോ പോണ്ടേ. അപ്പൊ ഞാൻ പരിചയമുള്ള ആളാണ്, എന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു ബെറ്റർ ടു ഡു ആൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അവർ റെഡി ആയിട്ട് രാവിലെ സ്റ്റാഫ് വിളിച്ച സമയത്ത് അദ്ദേഹം അത് റിജക്ട് ചെയ്തു, ടെസ്റ്റ് റിജക്ട് ചെയ്തു. റീസൺ ഇതാ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു എന്തേ നിങ്ങൾ റിജക്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതായത് ഇപ്പം ആ കുട്ടി അതിന് പോണത് ഡൗട്ടിലാണ്, തൽക്കാലം അതിന് പോകാന്ന തീരുമാനം. ഈ ഇപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് വേറെ ഏതെങ്കിലും ആയാലോ എന്നുള്ള പേടിയാണ് ഈ കാര്യമാണ്. അപ്പൊ ടെസ്റ്റ് ചെയ്ത് വരുന്ന റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ജെന്യൂൻ ആണ്. അത് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ കോഴ്സ് അല്ലാതെ വേറെ കോഴ്സിന് പോകേണ്ടി വരും. അപ്പൊ നമ്മൾ പലപ്പോഴും പറയും ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ടെസ്റ്റിന് എഴുതും അല്ലെ. അപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഒക്കെ പോസിറ്റീവ് ആണ്, ഒരു പ്രശ്നമില്ല, നമുക്ക് ഇങ്ങനെ ആ പൈസ വെറുതെ പോയി എന്ന് പറയും. ശരിക്കും അങ്ങനെയല്ല, നമുക്കത് ഡയഗ്നോസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രോഗം ഇല്ല എന്നുള്ള കാര്യത്തിൽ സന്തോഷിക്കുന്നതിന് പകരം
ആ പൈസ പോയി എന്ന് പറയുന്ന ചില ആളുകൾ നമുക്ക് കാണാം. ഇതേ ഇഫക്റ്റ് ആണ്. ഒരു ഫിയർ ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് വരുമോ, നമ്മൾ ഉദ്ദേശിക്കാത്ത റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, ശരിക്കും വന്നു കഴിഞ്ഞാൽ ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് ഒരു കോമൺ അഗ്രിമെന്റിൽ എത്തണം. അതിനാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത്. അതിനാണല്ലോ പാരന്റ്സിന് കുട്ടിയെ എഴുത്തി നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഈ കാര്യം വ്യക്തമായി നമുക്ക് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അഥവാ റിസൾട്ട് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ, നിങ്ങളെ പാരന്റ് ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സ് ഇതായിരിക്കും, കുട്ടിയുടെ ടെസ്റ്റിൽ വരുന്ന റിസൾട്ട് ഇങ്ങനെയായിരിക്കും, കുട്ടിക്ക് ഐഡിയ വേറെ ആയിരിക്കും, നമ്മൾ അഡ്വൈസേഴ്സിന് ഐഡിയ വേറെ ആയിരിക്കും, ടീച്ചേഴ്സ് വേറെ പറയും, ഇങ്ങനെ വന്നോട്ടെ, മിസ്മാച്ചിങ് വന്നോട്ടെ. സോ എല്ലാം നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എടുത്ത് പോകാൻ ഇത് ചെയ്യുന്നത്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതും ഇതിന്റെ ഒരു ആറാമത്തെ റീസൺ ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യമാണ്. ആൻഡ് ഏഴാമത്തെ കാര്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വേണം നമുക്ക് പറയാം. അപ്പൊ നമ്മൾ 6 കാര്യങ്ങൾ പറഞ്ഞ് ഏഴാമത്തെ കാര്യം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ആവും. പാരന്റൽ പ്രഷർ. നമ്മൾ ട്രഡീഷണൽ സിസ്റ്റത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. പാരന്റ്സിന് ആവശ്യമുള്ള അൾട്ടിമേറ്റ് ആയിട്ട് നല്ല റിസൾട്ടാണ്. എൻ്റെ കുട്ടി നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് കിട്ടണം, അക്കാഡമിക്സ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയും കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പോലും കുട്ടികളെ പങ്കെടുക്കാൻ പാരന്റ്സ് സമ്മതിക്കില്ല. പല സ്കൂളുകളും ഇപ്പം 10th എഴുതുന്ന അല്ലെങ്കിൽ 12th എഴുതുന്ന പബ്ലിക് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനെ ഒരു ആക്ടിവിറ്റീസിലും പങ്കെടുക്കാൻ സമ്മതിക്കില്ല. ശരിക്കും അത് ശരിയല്ല. താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണം, അതിൽ പങ്കെടുക്കാൻ അവസരം കൊടുക്കണം. എനിക്കറിയാം ചില സ്കൂളുകളിലൊക്കെ ചിലപ്പം 12th ചിലപ്പോൾ നമുക്ക് ഒരു ഫീൽഡ് ട്രിപ്പ് ഉണ്ടാവില്ല, ടൂർ ഉണ്ടാവില്ല, 11th കൊടുക്കും. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് പഠിക്കേണ്ട ആളുകളാണ്. അങ്ങനെയല്ല, ഇതൊക്കെ പഠനത്തിന്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ. പ്രത്യേകിച്ചും ഈ ജനറേഷൻ അത് ആഗ്രഹിക്കുന്നത്, അത് അർഹിക്കുന്നുണ്ട് അവര്. നമുക്കൊരു ആ സോഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മിംഗ്ലിങ്ങും അതല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഔട്ട് ഓഫ് ദ ക്ലാസ് റൂം നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ട്രിപ്പിലൂടെ തന്നെ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പാരന്റ്സിനൊക്കെ തന്നെയും ഇവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ട്. അതായത് നമ്മളെ കുട്ടി നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് കിട്ടണം, ഫസ്റ്റ് റാങ്ക് വാങ്ങണം, അങ്ങനെ വരണം, ഇങ്ങനെ വരണം. ഇതാണ് ഇവരുടെ ഒരേ ഒരു ചിന്ത. ഇതിനിടയിൽ നല്ല മാർക്ക് കിട്ടിയാൽ അവർ എവിടെയെങ്കിലും എത്തിക്കൊള്ളും. ആ മാർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്തു കൊടുക്കുക. ട്യൂഷൻ ചേർക്കുക, അല്ലെങ്കിൽ നല്ലൊരു കോച്ചിങ് വേറെ കൊടുക്കുക, ഓൺലൈൻ ഓഫ്ലൈനോ ഒരുപാട് ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കുക, നന്നായിട്ട് പഠിക്കട്ടെ. ഇത് മാത്രമല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേണം വേണ്ടെന്നല്ല പറയും, ഇത് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പൊ പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രഷർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടണം, നല്ല നല്ല ഫോർഫണ്ടിൽ നമ്മൾ കുട്ടി വരണം. അതിനിടയിൽ എന്തിനാ ആപ്റ്റിറ്റ്യൂഡ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നന്നായി പഠിച്ച് നല്ല റാങ്ക് കിട്ടി, നല്ല എക്സാം എഴുതി, നല്ല പ്ലേസ്മെന്റ് കിട്ടി, അവർ പോയിക്കോളും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ചില കുട്ടികളുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ചില കുട്ടികളുടെ കാര്യത്തിൽ ഇതില്ലാത്തത് കൊണ്ടാണ് ഇവർ വഴി തെറ്റി പോകുന്നത് എന്നാണ് യാഥാർത്ഥ്യമാണ്. ഇവർക്ക് താല്പര്യമില്ലാത്ത ഒരു കോഴ്സിലേക്ക് നിങ്ങൾ അവർ ചേർക്കും, അല്ലെങ്കിൽ അവർ ചേരും. ആരെങ്കിലുമൊക്കെ പറയും, പലപ്പോഴും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ക്വസ്റ്റ്യനാണ്, ഏതാ ഏറ്റവും നല്ല കോഴ്സ്, ഏതിനാ ചേരേണ്ടതെന്ന് പറയും. നമ്മൾ എങ്ങനെ ഒരു കുട്ടിയെ പോലും കാണാതെ എങ്ങനെ അഡ്വൈസ് കൊടുക്കുക, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ അവരോട് പറയാനുള്ളത്, നിങ്ങൾ നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അതൊന്ന് കണ്ടു നോക്കാം, പറ്റുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ട് അടുത്ത വർഷം കോഴ്സിന് പോയാലും നിങ്ങൾക്ക് ആ ഒരു വർഷം എന്തെങ്കിലും സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചിരിക്കാം, എങ്കിൽ നിങ്ങളത് വേസ്റ്റ് ആവില്ല ഒരിക്കലും. അപ്പൊ നമ്മുടെ അഡ്വൈസ് അങ്ങനെയാണ്. അത് ലാസ്റ്റ് മൊമെന്റിൽ വരുന്ന ആളുകളോട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോ അതെല്ലാം നമ്മൾ എന്താ അഡ്വൈസ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ 7 കാര്യങ്ങൾ പലപ്പോഴും പാരന്റ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ അതോറിറ്റീസിന് നമുക്ക് കിട്ടുന്ന റിജക്ഷൻ ആണ്. സോ ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള മറുപടി, അല്ലെങ്കിൽ വെറുതെ നമ്മൾ അവിടെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പറയുന്നല്ല, ജെന്യൂൻ ആയിട്ടുള്ള അഡ്വൈസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇവർ പറയുന്ന എല്ലാ ബ്ലോക്കുകളും നമുക്ക് മാറ്റിയിട്ട് കുട്ടികൾക്ക് നല്ല രീതിയിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളം, നമ്മൾ പറഞ്ഞു ഓൾറെഡി എഡ്യൂക്കേഷൻ നമ്മൾ ഒരുപാട് മുൻപിലാണ്. നമ്മൾ ഒരുപാട് എഡ്യൂക്കേറ്റ് ആയ ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്ക് ലോകത്തിന് ആവശ്യമുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾ ഫിറ്റ് ആണെങ്കിൽ അവരത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അത് ഗവൺമെന്റ് ലെവലിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് അങ്ങനെ, അതല്ലെങ്കിൽ ചെറിയ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന നല്ല സ്ഥാപനമാണ് അങ്ങനെ, നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിലേക്ക് അവരെത്തിക്കുകയും അതുവഴി നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻകം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കേരളത്തിന്റെ ഇൻകം എന്ന് പറയുന്നത് പലപ്പോഴും പുറത്തു വരുന്ന ആ ഒരു പൈസ തന്നെയാണ്. അപ്പൊ നമ്മൾ ആളുകൾ പലപ്പോഴും പല രാജ്യങ്ങളിലും പല സ്റ്റേറ്റുകളിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത്, ഹൈ പൊസിഷനിൽ പ്രവർത്തിക്കുന്ന സമയത്ത് വരുന്ന അവർ ഏൺ ചെയ്യുന്ന ഇൻകം തന്നെയാണ് കേരളത്തിന്റെ എക്കോണമി എന്ന് പറയുന്നത്. സോ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ജനറേഷനെ വാർത്തെടുക്കാം. എന്താണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജനറേഷൻ ഇസഡിന്റെ അവസാന ഭാഗത്തേക്കുള്ള എഡ്യൂക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പൊ 10th 11th 12th ഒക്കെ പഠിക്കുന്ന ആളുകൾ ആ ജെൻസിയുടെ ലാസ്റ്റ് എൻഡ് കണ്ണികളാണ്. ഇനി ജനറേഷൻ ആൽഫ വരാൻ പോവും. 9th ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ അങ്ങോട്ട്, അവർക്കെങ്കിലും അതിന് താഴെ പഠിക്കുന്ന കുട്ടികൾ, 9th താഴെ, മാക്സിമം 9 വരെ. സോ ആ കുട്ടികൾക്കെങ്കിലും നല്ലൊരു കരിയർ ഗൈഡൻസ് കൊടുത്തിട്ട് നല്ലൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് നടത്തിയിട്ട് അവർ കൃത്യമായി ലീഡ് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക്
എന്താ പറയുക, നമ്മൾ പ്രവചിക്കുന്നതിന് അപ്പുറമായിരിക്കും. പക്ഷേ നമുക്ക് ആ ഒരു മൈൻഡ് ബ്ലോക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മാറ്റാൻ പറ്റണം. സോ ഈ ഒരു മെസ്സേജ് കൃത്യമായിട്ട് സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റീസിലേക്ക് എത്തിക്കുക. ഞങ്ങൾ ഇതിനു വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഇപ്പൊ റിജക്ട് ചെയ്യാൻ ഞാൻ പറയില്ല, കോസ്റ്റ് ഫാക്ടർ ഒക്കെ ചില പ്രശ്നം വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ചില സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതായത് ചില ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ സ്പോൺസർഷിപ്പ് വഴി നമ്മൾ വളരെ പോറായിട്ടുള്ള അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ കഴിയാത്ത പാരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ആ ലൊക്കാലിറ്റിയിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് എന്താണോ അവർ റിജക്ഷൻ പറയുന്നത് ആ കാര്യം നിങ്ങൾ ജസ്റ്റ് ഞങ്ങളെന്ന് അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു കൗൺസിലിംഗ് തരാം. സോ നമുക്ക് ഒരുമിച്ച് എല്ലാ സ്ഥാപനങ്ങളിലും അറ്റ്ലീസ്റ്റ് ഒരു നല്ല രീതിയിലുള്ള ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ലാത്ത ഒരു കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ക്ലാസ് അറേഞ്ച് ചെയ്യുകയും അതിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് അവരെ നമ്മൾ ബോധവൽക്കരിക്കും. അത് കുട്ടികളുടെ കൂടെ പാരൻസുകൾ ഉണ്ടാവണം എന്നാണ് ഞാൻ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന 1-2 വർഷങ്ങൾ കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ പറ്റും. സോ നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു ഭാവിയുള്ള ജനറേഷനെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരു ടീം വർക്കായിട്ട് നമ്മൾ മുന്നോട്ട് വരിക. കേരള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇതുപോലെയുള്ള ഇൻഫർമേഷൻ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇത് ആവശ്യമുള്ള ആളുകളിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ തിരിച്ചു വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.